കേൾവിക്കാരില്ലാത്ത, അല്ല ആരും ശ്രദ്ധിക്കാത്ത നിങ്ങളുടെ നിലവിളിക്ക് ഈ ആഴ്ച ദൈവം മറുപടി തരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് അത് ആത്മീയമായും ഭൗതികമായും കാരണമായി എന്നറിയുന്നതിൽ, കേൾക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഒപ്പം അതിനവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. അവിധത്തിൽ ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയവും നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുകയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന പ്രവചന ദൂതായി നിങ്ങൾ കേട്ടു. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ആരും കേൾക്കാനില്ലാത്ത, അല്ലെങ്കിൽ കേട്ടിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന നിങ്ങളുടെ കരച്ചിലുകൾക്ക്, നിലവിളികൾക്ക് ദൈവം ഈ ആഴ്ച മറുപടി നൽകി നിങ്ങളെ മാനിക്കും. വെറും വാക്കല്ല, വിശുദ്ധ വേദപുസ്തകം തെളിവ് നൽകുന്നു. ശ്രദ്ധിച്ചാട്ടെ, പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ബാലന്റെ നിലവിളി കേട്ട ദൈവം. ഒരുപക്ഷേ ഈ വാക്യം വായിക്കുമ്പോൾ ആ വാക്യം നിങ്ങളോട് അറിയിക്കുവാനുള്ള സന്തോഷ വർത്തമാനത്തിന്റെ ആഴം നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയണമെന്നില്ല. നോക്കൂ, ആ വാക്യത്തിന് മുമ്പ് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കരയുന്നത് ആരാണെന്ന് വേദപുസ്തക എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് കരയുന്നത്? ഹാഗർ. ആരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നിലവിളിയാണ് ദൈവം കേട്ടത്? ബാലന്റെ. പക്ഷേ ആ ബാലന്റെ നിലവിളി എഴുത്തുകാരൻ കേൾക്കുന്നില്ല, എന്നാൽ ദൈവം കേട്ടു. അതേ, ലോകം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നില്ല. പലർക്കും നിങ്ങളുടെ നിലവിളി അതേ പരിതാപകരമായ, വേദനാജനകമായ, മരണത്തിന് മുൻപിൽ നിന്ന് ഒരു ബലിമൃഗം അലമുറയിടുന്നത് പോലെ വിളിക്കുന്ന ആ വിളി ആരും കേൾക്കുന്നില്ല. പലർക്കും അത് സീരിയസ് ആയിട്ട് തോന്നുന്നില്ല, അല്ലേ? അതല്ലേ സഹോദരി, നിന്റെ കരച്ചിൽ ആർക്കും സീരിയസ് ആയിട്ട് തോന്നില്ല. പലരും തമാശയായിട്ട്, അത് തന്നെ നിന്റെ ഭർത്താവ്, സഹോദര, നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ടവർ, അത് അവർക്കൊരു തമാശ പോലെയാണ്. നീ കരയുമ്പോൾ, നീ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നീ വേദനപ്പെട്ടിരിക്കുമ്പോൾ ഇരുന്ന് വീണ്ടും നീ ഉള്ളം കൊണ്ട് കരയുക. നിന്നെ കരയിപ്പിക്കുകയല്ലേ എൻ്റെ ഉദ്ദേശം. അതെ, നീ കരച്ചിൽ നിർത്ത്. നിന്റെ കരച്ചിൽ കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്. കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരവും വന്നിട്ടുണ്ട്. അതെ, കേൾക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ കരച്ചിലിന്, നിന്റെ നിലവിളിക്ക് എൻ്റെ ദൈവം മറുപടി തന്നിട്ടുണ്ട്. നീ കരയുവാൻ കാരണമായി നിന്റെ മുൻപിൽ കാണുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന ആ പ്രതിസന്ധി, ആ പ്രതികൂലം, ആ തകർച്ച, അതെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, നിന്റെ കരച്ചിലിന് കാരണമായ മരണം മാറി നിൽക്കുക. ഓ, താങ്ക് യു ലോർഡ്. മരണമാ മുൻപിൽ. അയ്യോ, അല്ലേ? ആ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് നിനക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ചങ്ക് പൊട്ടി കരയുക. ഇവിടെ നോക്കിയേ, ബാലൻ കരഞ്ഞു. ആ കരച്ചിൽ ആ ദൈവം കേട്ടത്. പക്ഷേ കരഞ്ഞ ബാലന്റെ കരച്ചിൽ എഴുത്തുകാരൻ കേട്ടില്ല. എഴുത്തുകാരൻ കേട്ടത് ഹാഗറിന്റെ കരച്ചില. അതങ്ങനെയാ. ചിലരുടെ കരച്ചിൽ മാത്രമേ ലോകം കേൾക്കത്തുള്ളൂ. ചിലരുടെ കരച്ചിലിന് മാത്രമേ ലോകത്തിൽ വിലയുള്ളൂ. ലോകത്തിന് വിലയില്ലാത്ത ചില കരച്ചിലുകളെ വിലമതിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കരച്ചിലിന് ലോകത്തിന് വില കാണത്തില്ല. അതൊരു പലരും കരച്ചിൽ വിലയില്ലാതായി തീരുവാനുള്ള കാരണം തിരിച്ചറിയണം. നമ്മൾ കരയുന്നുണ്ട്. എവിടെയാ? ഉള്ളത്തിലാ, പുറത്ത് വരത്തില്ല. എങ്ങനെയാ കരയുന്നേ, അല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാ കരയുന്നത്? ഉള്ള നീറും, അല്ലേ സഹോദര? ഞാനൊരാണല്ലേ, എനിക്ക് എങ്ങനെ കരയാൻ പറ്റും ഇന്ന് എനിക്ക് അറിയത്തില്ല. ഉള്ളം കൊണ്ട് കരയുന്ന ചിലരോട് കർത്താവ് ശക്തമായിട്ട് സംസാരിക്കുക. നിന്റെ ഭാര്യയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒപ്പാരി വെച്ച് കരയാൻ പറ്റും. നിന്റെ
സഹോദരിമാർക്ക്, നിന്റെ അമ്മയ്ക്ക്, അവർക്കൊക്കെ വാവിട്ട് കരയാം, നിലവിളിക്കാം, സങ്കടം കണ്ണുനീരായി ഒഴുക്കിക്കളയാം. പക്ഷെ നിനക്ക് കരയാൻ പറ്റത്തില്ല. നിന്റെ ഉള്ളം പൊട്ടുന്ന വേദനയാണ്. ചുറ്റും നിന്ന് കരയുന്നവരുടെ മുഴുവൻ കണ്ണുനീരും ഉള്ളിൽ ആവാഹിച്ച് ആ വേദന കടിച്ചമർത്തി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കരയുമ്പോഴും അവർ പ്രതീക്ഷയോടെ നിന്നെ നോക്കുന്നുണ്ട്. നിന്റെ കണ്ണ് നിറഞ്ഞാൽ നിനക്കറിയാം അവർ തകർന്നു പോകും. അതുകൊണ്ട് നീ കരയാതെ നിൽക്കുക. എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് കരയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആരുടെയെങ്കിലും തോളിലൊന്ന് തല ചായ്ച്ച് കരയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ യേശുപ്പൻ നിന്റെ അടുക്കലുണ്ട്. നിന്റെ തകർന്ന ഹൃദയത്തിൻ്റെ നിലവിളി എൻ്റെ യേശുപ്പൻ കേൾക്കുന്നുണ്ട്. കരയുന്ന ഒത്തിരി പേരുടെ കണ്ണുകളിലെ പ്രതീക്ഷയായി മാറിയ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ സഹോദര, നീ അവിടെ നിന്ന് ജോലിയില്ലാത്തവനായി, ജോലി നഷ്ടപ്പെട്ടവനായി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ സ്തോത്രം. അത് തന്നെ സഹോദരി, നിന്റെ അവസ്ഥയും അത് തന്നെ. എല്ലാവരുടെ പ്രതീക്ഷ നിന്നില്ല. നീ അവിടെ എത്തപ്പെട്ടതുകൊണ്ട്, നിനക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് ആ കഴിവുള്ളത് കൊണ്ട് അവർക്കൊന്ന് ഫ്രീ ആയി. നീ നോക്കിക്കോളൂ. കടം കൊടുത്തു തീർക്കുവാനുള്ളത് നീ കണ്ടെത്തും. അവരെ നീ പറഞ്ഞു നിർത്തും. ആ കാര്യങ്ങൾ നീ ക്രമപ്പെടുത്തും. എല്ലാവരും ഒന്ന് ഫ്രീ ആയി. പക്ഷെ നീയോ കരയുവാൻ പോലും കഴിയാതെ, വലിയ ബാധ്യതയാ. ജോലി സ്ഥലത്ത് പ്രശ്നം, ഒത്തിരി ആവശ്യങ്ങളുണ്ട്. മക്കളുടെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിൻ്റെ കാര്യം കൂടെ നോക്കണം, ബാധ്യതകൾ, ഒരു ഭവനം വേണം, വസ്തു വാങ്ങണം. അയ്യോ, ചിന്തിക്കുമ്പോൾ തന്നെ ഉള്ളിനകത്ത് വല്ലാത്തൊരു എങ്ങനെയാ. ഇല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല, നീ അത് അനുഭവിക്കുന്നുണ്ട്. ആരുടെ മുമ്പിലൊന്ന് പൊട്ടിക്കരയും, ആരുടെ മുമ്പിൽ എൻ്റെ ഈ വേദന ഒന്ന് ഇറക്കി വെക്കും. നോ, നീ കരഞ്ഞാൽ ആരും കേൾക്കത്തില്ല. നീ കരയുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ പരിഹസിക്കോ, നീ കരയുകയോ. പലരും വിചാരിക്കുന്നത് അങ്ങനെ, നിനക്ക് കരച്ചിൽ വരത്തില്ല അല്ലേ. ഏറ്റവും വലിയ സങ്കടം അതാ. പല മനുഷ്യർക്കും ഓരോ ടാഗ് ലൈൻ അങ്ങ് കൊടുക്കും. അയ്യോ, അവനങ്ങനെ കല്ലുപോലെ, അവനങ്ങനെ കരയുന്ന ഒരു ഹൃദയമില്ല, അവനങ്ങനെ സാധാരണ മനുഷ്യരെ പോലെയൊന്നുമല്ല, അവൻ അസാധാരണമാണ്, അവൾ അസാധാരണയാണ്. അപ്പോൾ അവർക്ക് എന്ത് നിന്നായും, അവർക്ക് എന്ത് അപമാനവും, എന്ത് കണ്ണുനീരും, എന്ത് വേദനയും, എന്ത് സങ്കടവും ഒക്കെ സഹിക്കുവാനുള്ള ശക്തിയുണ്ട്. ശരിയാ, ശക്തിയുണ്ട്. പക്ഷേ കരഞ്ഞു തീർക്കുന്നവനേക്കാൾ കരയാതെ ഉള്ളിൽ വേദന കടിച്ചമർത്തിയായിരിക്കുന്ന, സ്തോത്രം, കേൾക്ക്. അതെ, ആരും കേൾക്കാത്ത നിന്റെ നിലവിളിയുടെ ശബ്ദം എൻ്റെ ദൈവം കേട്ടിട്ടുണ്ട്, മറുപടി എത്തിയിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. അതെ, അവർ പ്രതീക്ഷിക്കുന്നത് നിന്നിലൂടെ എൻ്റെ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകും. നീ തകർന്നു പോകുവാൻ, നിനക്കൊപ്പമുള്ളവർ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ഓ സ്തോത്രം. ബാലന്റെ നിലവിളി ദൈവം കേട്ടു, ഹാഗറിന്റെ നിലവിളി എഴുത്തുകാരൻ കേട്ടു. ഓ ഒരിക്കൽ കൂടി സ്തോത്രം, സന്തോഷപത. ബാലന്റെ നിലവിളി, മരണം കാത്തു കിടന്നവന്റെ നിലവിളി ദൈവം കേട്ടു. അവൻ മരണം കാത്തു കിടക്കുന്നത് കണ്ട് അലറി വിളിച്ചവരുടെ നിലവിളി ലോകം കേട്ടു, അഥവാ എഴുത്തുകാരൻ കേട്ടു. അകത്തു നിന്നുള്ള നിലവിളിയുടെ ശബ്ദം പലരും കേൾക്കത്തില്ല. കേൾക്കേണ്ടവൻ കേൾക്കും. ആരും കേൾക്കുന്നില്ലെങ്കിലും കേൾക്കേണ്ടവൻ കേൾക്കും. മാതാവേ, മക്കളെ ചൊല്ലിയുള്ള നിന്റെ നിലവിളി, പിതാവേ, മക്കളെ ചൊല്ലിയുള്ള നിന്റെ നിലവിളി. ആമേൻ. ഒപ്പം ഒരു പരിവേദനവും. എന്താ, അവരവരുടെ വഴിക്ക് നടക്കുന്നു. ഒന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അനുതപിച്ചിരുന്നുവെങ്കിൽ, അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തൊന്ന്, അല്ലേ. പലപ്പോഴും അങ്ങനെയാ. അവനൊന്നും ഒരു കുലുക്കവുമില്ല. ജോലി നഷ്ടപ്പെടുത്തിയിട്ട് തോന്നിയ പാടെ നടക്കുക. കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടായിട്ടും അവൾ അവളുടെ പാടെ, അവൻ അവൻ്റെ പാടെ നടക്കുക. പരാജയപ്പെട്ടിട്ടും അത് തന്നെ വലിയ സന്തോഷമെന്ന് പറഞ്ഞ് നടക്കുക. അവൻ നീ കരയുന്നുണ്ട്, സ്വയം പറയുന്നുമുണ്ട്. അവർക്കൊന്നും കരയാൻ സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല. അതേ, നീ കാണുന്ന വിധത്തിൽ കരയുവാൻ തകർന്നു പോയ പലർക്കും കഴിയത്തില്ല. പരാജയപ്പെട്ടു പോയ പലർക്കും കഴിയത്തില്ല. കുറ്റബോധമുള്ള പലർക്കും കഴിയത്തില്ല. ഓ താങ്ക് യു ലോർഡ്. അതാ ദൂതതാ. കുറ്റബോധമുള്ള പലർക്കും വീഴ്ച പറ്റിപ്പോകാം, കുറവുകൾ വന്നു പോകാം, എവിടെയോ കാലിടറി പോയേക്കാം.
അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടമുണ്ട്. ആ വലിയ കൂട്ടത്തിൽ ഒരാളായി എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതെ, നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. നിനക്ക് കരയുവാൻ അർഹതയില്ലല്ലോ, നിനക്ക് കരയുവാൻ യോഗ്യതയില്ലല്ലോ. എല്ലാം നീ വരുത്തി വെച്ചതല്ലേ, അല്ലേ മോളെ? നിന്റെ ഇഷ്ടത്തിന് പോയി നീ വരുത്തി വെച്ചതല്ലേ, അല്ലട മോനെ? നിന്റെ ഇഷ്ടത്തിന് നീ കൂട്ടുകെട്ട് നടന്നു, നീ വേണമെന്ന് പറഞ്ഞത് തന്നെ നിർബന്ധം പിടിച്ച് വാങ്ങിച്ചെടുത്ത് നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ചതാ. നീ എറിഞ്ഞുടച്ചു. നിനക്ക് കരയുവാൻ അർഹതയില്ല, നിനക്ക് കരയുവാൻ അർഹതയില്ല. ലോകം പറയുക നീ കരയേണ്ട കാര്യമില്ല, കരയരുത്. നിന്റെ ജീവിതത്തെ എറിഞ്ഞുടച്ചത് നീയാണ്. നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം നീയാണ്. നിന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം നീയാണ്. അയ്യോ, ലോകത്തിന് നിന്റെ കണ്ണുനീർ വേണ്ട. പലരും പറയും നിന്നെ ചൊല്ലി ഞങ്ങളാണ് കരയുന്നത്. നല്ലതാ, കരയുന്നവർ അവിടെ നിൽക്ക്. ലോകം കാണെ കരയുന്നവർ അവിടെ നിൽക്ക്. പരാജയപ്പെട്ടു പോയതുകൊണ്ട്, ആ പരാജയത്തിന് കാരണം ഞാനാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്, തകർന്നു പോയതുകൊണ്ട്, ആ തകർച്ചയ്ക്ക് കാരണം ഞാനാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്, പറ്റിപ്പോയി, വന്നുപോയി, ഒരു തെറ്റ് പറ്റിപ്പോയി, മത്സരിച്ച് ശിക്ഷിക്കുന്ന ലോകത്തിന് മധ്യത്തിൽ ഒരു പ്രതിമയെ പോലെ ആ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ വേണ്ടി സഹോദരി നിന്നോട്, സഹോദര, കരയുവാൻ അർഹതയില്ലെന്ന് ലോകം വിധിച്ച നിന്റെ നിലവിളി എന്റെ ദൈവം കേൾക്കുന്നുണ്ട്. മരണത്തിനായി ഏങ്ങുന്ന അവൻ മരണത്തിനായി കിടക്കുക. ഇനി മരണം മാത്രം അവന്റെ മുൻപിൽ. ഹാഗറിന്റെ മകൻ ഇസ്മായേൽ മരണത്തിനായി മരുഭൂമിയിൽ കിടക്കുക. ഇനി മരണം മാത്രം, ഇനി മരണം മാത്രം. അതേ നിന്റെ അവസ്ഥ അതാ. ഇനി മരണം മാത്രം. മരണമല്ലാതെ എന്നെ തേടി വരുവാൻ നല്ലതൊന്നുമില്ല. മരണം മുൻപിൽ കണ്ടവന്റെ നിലവിളി, ഒരു ബലി മൃഗത്തിന്റെ, ഒരു അറവ് മൃഗത്തിന്റെ നിലവിളി, നിന്റെ നിലവിളിയുടെ ഒച്ച ദൈവം കേട്ടിട്ടുണ്ട്. നീ നശിച്ചു പോകാതിരിക്കുവാൻ, നീ മരിച്ചു പോകാതിരിക്കുവാൻ, നീ ചത്തൊടുങ്ങാതിരിക്കുവാൻ വേണ്ടത് എന്റെ ദൈവം ഈ ആഴ്ച നിന്റെ ജീവിതത്തിൽ തന്ന് യേശുവിൻ നാമത്തിൽ അവിടെ നിന്ന് എന്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. കരയുന്ന പ്രിയ അമ്മേ, കരയുന്ന പ്രിയ പിതാവേ, ഒരു വാക്ക് ശ്രദ്ധിക്ക്. പരാതി പറയുന്നത് നിർത്ത്. നിന്റെ കണ്ണുനീരിലും മക്കൾക്ക് വേണ്ടിയുള്ള, സഹോദര ഭാര്യയ്ക്ക് വേണ്ടിയുള്ള, സഹോദരി ഭർത്താവിന് വേണ്ടിയുള്ള നിന്റെ കണ്ണുനീരിലും വിലയേറിയതായി നിനക്ക് കാണുവാൻ കഴിയാത്ത നീ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്ന അവരുടെ നിലവിളിയുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന അയ്യോ ഞാൻ പരാജയപ്പെട്ടു, അയ്യോ എന്റെ ജീവിതത്തിൽ വീഴ്ച വന്നുപോയി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന നിലവിളിയുടെ ഒച്ച കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. നിന്റെ തലമുറകളുടെ ഹൃദയം തകർന്ന നിലവിളിയുടെ ഒച്ച എന്റെ ദൈവം കേൾക്കുന്നുണ്ട്. ആ മുറിക്കകത്ത് മുറിയടച്ച് കിടക്കയിൽ കമഴ്ന്നു കിടന്നു കണ്ണുനീരോടെ നിലവിളിക്കുന്നതിന്റെ തലമുറയുടെ ഒച്ച എന്റെ ദൈവം കേൾക്കുന്നുണ്ട്. എപ്പോഴോ നിനക്ക് കേൾക്കുവാൻ കഴിയാതെ പോയി, എപ്പോഴോ അവന്റെ പ്രിയപ്പെട്ടവർക്ക് കേൾക്കുവാൻ കഴിയാതെ പോയി ആ നിലവിളിയുടെ ഒച്ച എന്റെ ദൈവം കേൾക്കുന്നുണ്ട്. അവനെ എന്റെ ദൈവം മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല, അവളെ എന്റെ ദൈവം മരണത്തിന് ത്യാഗിലോടെ യേശുവിൻ നാമത്തിൽ. അതേ, നിന്റെ തലമുറയെ എന്റെ ദൈവം മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. പരാജിതയായി അവൾ മടങ്ങുവാൻ, അതേ മാതാവേ, ആ രാജ്യത്തു നിന്ന് പരാജിതനായ അവൻ മടങ്ങുവാൻ, ആ തൊഴിലിടത്തിൽ നിന്ന്, ആ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്, അതേ പരാജിതയായി അവൻ മടങ്ങുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. താങ്ക് യു ലോർഡ്. ആമേൻ. ലോകം കേട്ട നിലവിളിക്കല്ല, ദൈവം കേട്ട നിലവിളിക്ക് മറുപടിയുണ്ട്. നോക്കൂ, തീർന്നില്ല. ചില കാര്യങ്ങൾ ആ ഭാഗത്ത് എന്നെ സന്തോഷിപ്പിച്ചതും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച ദൈവം ചെയ്യുവാൻ പോകുന്നതുമായി കാണുവാനായിട്ട് കഴിയും. നോക്കൂ, അതെ, 21-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൾ അവനെ എഴുന്നേൽപ്പിച്ചു. വീണു പോയതിനെ, അതെ, പാപത്തിലേക്ക്, മരണത്തിലേക്ക്, പരാജയത്തിലേക്ക്, തകർച്ചയിലേക്ക് വീണു പോയ പലതിനെയും ലോകത്തിന് മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച മാതാവേ, സഹോദരി, സഹോദര, നിങ്ങൾ
എഴുന്നേൽപ്പിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. നിങ്ങളോട് ലോകം പറഞ്ഞതാ, മതിയാക്ക്, അവന് വേണ്ടി കരയരുത്, അവൾക്ക് വേണ്ടി കരയരുത്, അവൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ നിർത്ത്. അവന്റെ വിധി, അവളുടെ വിധി അത് അവർ സ്വയം ഏറ്റെടുത്തതാ അല്ലേ? ആമേൻ. നീ നിലവിളിക്കുന്നുണ്ട്. ഒപ്പം ഈ ലോകം ഇങ്ങനെ പറയുന്ന വാക്കുകൾ കേട്ട് കേട്ട്, കർത്താവേ, അവന് വേണ്ടിയുള്ള, അവൾക്ക് വേണ്ടിയുള്ള, എൻ്റെ ഭർത്താവിന് വേണ്ടിയുള്ള, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എൻ്റെ നിലവിളി ഇവർ പറയുന്നത് പോലെ നീ കേൾക്കത്തില്ലേ അല്ലേ? ചോദ്യം അതാ, നീ കേൾക്കത്തില്ലേ കർത്താവേ? കർത്താവ് കേൾക്കും. നീ നിലവിളിക്കുന്നതിന് നിലവിളിയല്ല, നിന്റെ തലമുറ നിലവിളിക്കുന്ന നിലവിളിയെ, നിന്റെ ഭർത്താവിൻ്റെ ഉള്ളത്തിൽ നിന്നുയരുന്ന നിലവിളിയെ കേൾക്കുക മാത്രമല്ല, അവനെ അവളെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളെ ദൈവം ശക്തീകരിക്കും. ഇന്ന് അനേകം മുഖങ്ങളിലേക്ക് നീ നോക്കുന്നുണ്ട്. ആരെൻ്റെ മകനെ, എൻ്റെ മകളെ ഈ അവസ്ഥയിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവരും? ആര് ഈ തകർച്ചയിൽ നിന്ന് അവരെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കും? അയ്യോ, ഇങ്ങനെ പോയാൽ അധിക നാൾ എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ കുടുംബം അയ്യോ തകർന്നു പോകുന്ന അവസ്ഥ. തൊഴിൽ തകർന്നു പോയി, വരുമാനമില്ലാത്തവൻ, ശരീരം ബലഹീനമായി, രോഗം കാർന്നു തിന്നുക, ഏത് സമയവും മരണം, മരണം, മരണം. കേൾക്ക്, അവിധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന, മരണത്തിലേക്ക് വീഴ്ത്തപ്പെട്ട, പാപത്തിലേക്ക് വീഴ്ത്തപ്പെട്ടതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ നിന്റെ കരങ്ങൾക്ക് എൻ്റെ ദൈവം ശക്തി നൽകിയ, ലോകത്തിന് മുമ്പിൽ കരഞ്ഞ് നിന്ദിക്കപ്പെട്ട മാതാവേ, ലോകത്തിന് മുമ്പിൽ തലമുറകളെ കുറിച്ച് കരഞ്ഞ് വിലപിച്ച് നിന്ദിക്കപ്പെട്ട പിതാവേ, മാതാവേ, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ തലമുറകളെ അവർ വീണുപോയ സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ശക്തി തരിക. യേശുവിൻ നാമത്തിൽ നിങ്ങൾ കരഞ്ഞപ്പോൾ നിങ്ങളെ ബലഹീനരായി കണ്ടവർ, നിങ്ങൾ അലമുറയിട്ടപ്പോൾ, നിങ്ങൾ നിലവിളിച്ചപ്പോൾ നിങ്ങളെ ബലഹീനരായി കണ്ടവർ, കേൾക്ക്, അവർ കാണുവാൻ പോകുക. അവർ ചെയ്തു തരാത്തത്, ഓ സ്തോത്രം, ആമേൻ, ആമേൻ, ആമേൻ. അവർ നിനക്ക് ചെയ്തു തരാത്തത്, നീ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്, നിനക്ക് കിട്ടാതെ പോയത്, നിന്റെ ബലഹീനതയായി തീർന്നത്, അതെ, അതിനെ ആരിൽ നിന്നും നിനക്ക് വേണ്ട. അതിന് നിന്റെ ബലഹീനതയല്ല, നിന്റെ ബലമാണ്. ദൈവം നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ രോഗമുഖാന്തരം തകർന്നു തീർന്നു എന്ന് പറയുന്ന നീ തന്നെ നിന്റെ മക്കളുടെ വിവാഹം നടത്തിപ്പിക്കും, അവരുടെ കാര്യങ്ങൾ ചെയ്യും, വീട് വയ്ക്കും. ആ രോഗത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പരാജയപ്പെട്ടു പോയി. അയ്യോ, നീ തന്നെ പരാജയപ്പെട്ടെന്ന് ലോകം വിധി എഴുതിയ നീ തന്നെ നിനക്കൊപ്പമുള്ളവരെ എഴുന്നേൽപ്പിക്കും. അവരുടെ ഉദ്ധാരണം ആരൊക്കെ നിന്നെ പരിഹസിച്ചുവോ, അതെ, പ്രിയപ്പെട്ടവരാണ്, ചർച്ചക്കാരാണ്, ബന്ധുക്കളാണ്, നിന്നിലൂടെ ഉയരേണ്ടവർ അവരാണ്. അവരുടെ ഉയർച്ചയ്ക്ക് കാരണമാക്കി എൻ്റെ ദൈവം നിന്നെ മാറ്റും. എടാ മോനെ, ആവർത്തിച്ചു പറയട്ടെ, നിന്റെ കുടുംബം പണിയപ്പെടുന്നത് നിന്നിലൂടെ തന്നെ. ആമേൻ. ഓ താങ്ക് യു ലോർഡ്. അവരെ നോക്കടാ, ഇവരെ നോക്കടാ, അവരെ കണ്ടു പഠിക്കടാ, അല്ലെന്നേ, നിന്നിലൂടെ നിന്റെ കുടുംബം പണിയപ്പെടും. എടി മോളെ, നിന്നിലൂടെ നിന്റെ കുടുംബത്തിൻ്റെ പേര് ഉയരും, എൻ്റെ ദൈവം ഉയർത്തും. ഓ, വിശ്വാസത്തോടെ രാമൻ പറയേ, സ്തോത്രം. നിന്റെ പേരുയരും, നിന്റെ പേരുയരും. പരാജിതരായി തീർന്ന നിങ്ങളിലൂടെ എൻ്റെ ദൈവം ചിലതിനെ പണിതുയർത്തും. സ്തോത്രം. നീ ഇന്ന് പരാജിതനോ ആയിരിക്കാം, അതെ, നിന്റെ നിലവിളി എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്. നോക്കൂ, 21:19 ഉൽപ്പത്തി പുസ്തകമാണ്. അവൻ്റെ ദൈവം കേട്ട കരച്ചിൽ തീരുവാനുള്ളത്, അവളുടെ ഹാഗറിന്റെ ലോകം കേട്ട കരച്ചിൽ തീരുവാനുള്ളത് ദൈവം അവർക്ക് നൽകി. അതെ, ഈ ആഴ്ച നിന്റെ കുടുംബത്തിൻ്റെ കരച്ചിൽ തീരുവാനുള്ളത് എൻ്റെ ദൈവം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ദൈവം
നിന്റെ കരച്ചിലിന് അറുതി വരുവാൻ വേണ്ടത് തരും. ആ ജോലി കർത്താവ് ഈ ആഴ്ച തരും. ഇനി ജോലിയില്ലാതെ വീട്ടിനകത്തിരിക്കുവാൻ സഹോദര എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് ജോലി തരിക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഇനി നാട്ടിൽ നിന്ന് കടം വാങ്ങി അങ്ങോട്ട് അയച്ചു തരുവാൻ ആ ഗതികേടിന് കർത്താവ് അറുതി വരുത്തുക. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടത് തരിക. അവൻ വഴി തുറന്നു തരിക. ഉറവ യേശുവിൻ നാമത്തിൽ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഇനി അവരും ഇവരും പിരിവെടുത്തും പിരിച്ചെടുത്തും മറ്റുള്ളവരുടെ കെട്ടുതാലി വാങ്ങി പണയം വെച്ചും നിനക്കയച്ചു തരുമെന്നല്ല, നീ അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുവാൻ പോകുക. നിന്റെ കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആ കരങ്ങളിൽ അതിനുള്ളത് കർത്താവ് തരിക. താങ്ക് യു ലോർഡ്, ആമേൻ. അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സ്തോത്രം. ഈ സഹോദരി കരയുന്ന, ഇവളുടെ കരച്ചിൽ ലോകത്തിന് കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നതാ, നല്ലതാ. ഇവളൊരു കരച്ചിൽ കുറച്ചു മുമ്പ് കരഞ്ഞു കാണണം. എപ്പോഴെന്നറിയാമോ? അവൾക്ക് കിട്ടിയ ചാൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട്, അവസരം നഷ്ടപ്പെട്ടതുകൊണ്ട്. എന്തായിരുന്നു അവസരം? ഒരു ദാസിയിൽ നിന്ന് യജമാനത്തിയിലേക്കുള്ള പ്രമോഷൻ. പലർക്കും ലഭിച്ച പ്രമോഷൻ അത് തന്നെ അല്ലേ? നിനക്ക് ലഭിച്ചു, കൺഫേമായി. എന്താ അവിടെ പോയി ഇരിക്കുകയും ചെയ്തോ? ഇപ്പൊ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു? ഇല്ല. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അതൊരു വലിയ ദൈവ പ്രവർത്തിക്കാം. ആമേൻ. അതിനും അപ്പുറത്തേക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, അതിനും അപ്പുറത്തേക്ക് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടു ചെല്ലുവാൻ പോകുക. ആമേൻ. നിന്റെ പെർഫോമൻസ് കണ്ടിട്ട്, നിന്റെ മണിയേട് കണ്ടിട്ട് മനുഷ്യർ തന്ന ആ സ്ഥാനത്തെ കുറിച്ചല്ല കേട്ടോ. നോക്കൂ, ഇവളങ്ങ് വലിയ വായിൽ കരഞ്ഞു കാണണം. അബ്രഹാം പറഞ്ഞു, എടിയേ മതി, നീ വെക്കോ, ഇനി നിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ഇവള് പറ്റി വിളിച്ച് ഒപ്പാര് വെച്ച് കരഞ്ഞു കാണണം. ആ സങ്കടം കേട്ടിട്ട് ഇവള് കരയില്ലേ, എന്നാ ഇനി കൂടുതൽ കിടന്ന് കരഞ്ഞ് കാറണ്ട. അതുകൊണ്ട് ഒരു തുരുത്തിയിൽ വെള്ളവും ഒരപ്പവും കൊടുത്തങ്ങ് വിട്ടു. കൊടുക്കുന്ന അവനും അറിയാം, കിട്ടുന്ന ഇവക്കും അറിയാം, ഇതുകൊണ്ട് അധികം ഒന്നും പോകാൻ പറ്റത്തില്ല. മുൻപിൽ ബേർശേബ മരുഭൂമി നിരന്ന് പരന്ന് കിടക്കുക. ആമേൻ. അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് അബ്രഹാമിന് എടുത്തു കൊടുക്കുവാൻ കൈവാക്കിന് തുരുത്തിയുണ്ട്, തുരുത്തിയിൽ വെള്ളമുണ്ട്, അപ്പമുണ്ട്. പക്ഷേ ബേർശേബ മരുഭൂമിയിൽ ഉറവ തുറന്നു കൊടുക്കുവാൻ സർവശക്തനായ ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്. ആ മരുഭൂമി അനുഭവം ഒന്നിൻ്റെയും അവസാനമല്ല. മനുഷ്യൻ്റെ കൈയും കാതും കണ്ണും എത്താത്തിടത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, മനുഷ്യൻ്റെ, നീ അറിയുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ, അവരുടെ കണ്ണും കാതും കൈയും എത്താത്തിടത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം കൊടുത്തത് തീർന്നു പോകും, പക്ഷേ ദൈവം കൊടുക്കുന്നത് തീരത്തേയില്ല. ദൈവം ഉറവ ഒന്ന് തുറന്നു കൊടുത്തു. അതേ ദൈവം നിനക്ക് ചിലത് തരുവാൻ പോകുക. ആമേൻ. തീരാത്ത ചിലത്. യെസ്, യേശുവിൻ നാമത്തിൽ. അളവ് വയ്ക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം തന്ന് നിന്റെ ജീവിതത്തെ മാനിക്കുവാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്നത്, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തോടെ ആയിരിക്കുന്നത് വെറുതെയല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നോക്കൂ, തീർന്നില്ല. ആ കരച്ചിലിന് കാരണമായ ബാലന്റെ ജീവിതം. അവൻ പട്ടുപോയോ? ഇല്ല. 21:20 പറയുന്നു, അവൻ വളർന്നു. താങ്ക് യു ലോർഡ്. സ്തോത്രം. ഉള്ളം കൊണ്ട് കരയുന്ന നിന്റെ തലമുറയൊക്കെ വളരും. അവരൊന്നും പട്ടുപോകത്തില്ല. സ്തോത്രം. നീ പട്ടുപോകത്തില്ല സഹോദര. സ്തോത്രം. ആമേൻ. സഹോദരി, നീ പട്ടുപോകത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പട്ടുപോകത്തില്ല. നിങ്ങൾ വളരും. അവൻ മരുഭൂമി ആയിരിക്കാം, സഹായിക്കുവാൻ ആരും കാണത്തില്ല, കേൾക്കുവാനും കാണുവാനും കഴിയും വിധത്തിൽ. അത് തന്നെ, അതൊരു പരിമിതിയാകട്ടോ. മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധത്തിൽ സങ്കടങ്ങൾ പറയുവാൻ പലർക്കും കഴിയത്തില്ല. നമ്മുടെ പരിമിതികളാണ്. പക്ഷേ നമ്മുടെ പരിമിതികളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആർക്കും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെ വേദന അറിയുന്ന ഒരു കർത്താവ്. താങ്ക് യു ലോർഡ്. ആമേൻ. മനസ്സിലായോ? നിന്നെ വളർത്തും. ആ ദൈവം നിന്നെ വളർത്തും. അവൻ നിങ്ങളുടെ തലമുറകളെ ആ ദൈവം വളർത്തും. തീരുന്നില്ല. എന്നെ ഏറെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. തൊട്ടടുത്ത വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ സ്ത്രീ ഹാഗർ, അമ്മ, അവന് മിസ്രയീമിൽ നിന്നൊരു ഭാര്യയെ കൊണ്ടുവന്നു. നോക്കിയേ, ഈ സ്ത്രീ എന്തിനായിരിക്കാം, ഹാഗർ എന്തിനായിരിക്കാം 16-ാമത്തെ വാക്യത്തിൽ കരഞ്ഞത്? എനിക്കിവൻ്റെ മരണം കാണേണ്ട കർത്താവ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ ഇവളും കൂടെ തട്ടിപ്പൊടിയും തട്ടിയിട്ട് അബ്രഹാമിൻ്റെ ദാസിയായിട്ട് പോകുമെന്നാണോ? അല്ല.
അവളും മരിക്കും. കാരണം അവളുടെ ഏക പ്രതീക്ഷയാണ്, എല്ലാം നഷ്ടപ്പെട്ട സ്ഥാനത്തുള്ള ഏക പ്രതീക്ഷയാണ് ഈ മകൻ ഇസ്മായിൽ. അവനാണ് മുമ്പിൽ മരിക്കുവാൻ കിടക്കുന്നത്. അവൻ മരിച്ചാൽ അവളും മരിക്കും. മുൻപിലോട്ടൊരു ജീവിതമില്ല. അല്ലെങ്കിൽ ജീവിച്ചാൽ തന്നെ ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം? പക്ഷേ അങ്ങനെ ജീവിതമില്ലാതെ കരഞ്ഞവളെ കൊണ്ട് മരണം പ്രതീക്ഷിച്ച് കിടന്ന കുഞ്ഞിന് വിവാഹം നടത്തി വയ്പ്പിച്ച ഒരു ദൈവമുണ്ട്. ആമേൻ, സ്തോത്രം. നീ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആവർത്തിച്ച് പറയട്ടെ, ഇന്നത്തെ അവസ്ഥ നോക്കണ്ട. ഒരപ്പനായി, ഒരമ്മയായി, മക്കളായി, സഹോദരങ്ങളായി, സഹോദരികളായി, ശുശ്രൂഷകരായി, സ്തോത്രം, വിശ്വാസികളായി, ആ ജോലിക്കാരനായി, ആ വിദ്യാർത്ഥിയായി നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, നിങ്ങളെ കൊണ്ട് ചെയ്തെടുപ്പിക്കുന്ന ഒരു ദൈവം, അതെ, ആ ദൈവം ഇന്നും നിങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ അനേകർക്ക് അനുഗ്രഹമാകും വിധത്തിൽ അവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്കും കഴിയും. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കത് കാണുവാനും കേൾക്കുവാനും കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ സമയം കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉത്തരം തരും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആരാധന മിസ് ചെയ്ത് നിങ്ങളായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. 12 മണി മുതൽ സൺഡേ സ്കൂൾ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ കീഴെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിനടുത്ത് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അറിയിച്ച് അവരെയും കൂട്ടിവരുത്തുക. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം ഈ ആഴ്ച അങ്ങ് ആരും കേൾക്കാത്ത ഇവരുടെ നിലവിളി കേട്ട് ഇവർക്ക് വേണ്ടി കരുതലിൻ്റെ ഉറവകളെ തുറന്നു നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, നല്ല ജോലിയായി, നല്ല വരുമാന മാർഗങ്ങളായി ഇവരുടെ കരങ്ങളിൽ അത് ലഭിക്കട്ടെ. എല്ലാ തൊഴിലില്ലായ്മയുടെ വേദനകളും നിരാശകളും നിന്ദകളും മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വഴികൾ തുറന്നു കിട്ടട്ടെ. ആരോഗ്യമില്ലാതെ രോഗമുഖാന്തരം ബലഹീനപ്പെട്ടായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ആരോഗ്യവും സൗഖ്യവും നൽകി അങ്ങ് അനുഗ്രഹിക്കണം. എല്ലാ രോഗങ്ങളും, ശാരീരികമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസികമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ ബലഹീനതകളും സൗഖ്യമാകട്ടെ. തലമുറകളുടെ മേൽ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമാന്ദ്യങ്ങൾ, അവരുടെ ബുദ്ധിയെ കെട്ടി മദ്യത്തിലും മയക്കുമരുന്നിലും അവരെ പെടുത്തിക്കളയുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ, പഠിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ അതങ്ങനെ സംഭവിക്കട്ടെ. വിസ വരട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ചെറുതും വലുതുമായ ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും
കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.